ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു വാഷ് ടേപ്പ് ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ചാനലൊന്ന് തുടങ്ങുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടാവും, സ്വാഭാവികം. സോ വാഷ് ടേപ്പ് ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ കുളമായോ എന്ന് ചോദിച്ചാൽ കുളമായി, കുളമായില്ലേ എന്ന് ചോദിച്ചാൽ കുളമായില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇത്രയും രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചു കൊടുത്താൽ പോരെ. നമുക്കിഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഇലയുടെ തീമിലൊക്കെ ഉള്ള ഒരു ഡിസൈനൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. കാണാൻ ഒരു നന്നായിട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ പേപ്പറിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമേ. വലിയ രീതിയിൽ ചെയ്യാൻ മടിയായതുകൊണ്ട് ഇതുപോലത്തെ കുഞ്ഞു ഡിസൈനൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പകുതി ചെയ്ത് വന്നപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ തലമറിഞ്ഞ് പോയി. ആദ്യം ചെയ്തപ്പോൾ ഇച്ചിരിയൊക്കെ നന്നായിരുന്നു, പക്ഷേ ഇപ്പം ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല, ഒന്നിനും ഒരു കൊള്ളില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്യുമ്പോൾ ഞാൻ ബ്രഷ് പെൻസ് വെച്ചാട്ടോ കൂടുതലും ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടോ, എൻ്റെ മടി കാരണം ഞാൻ രണ്ടെണ്ണേ ചെയ്തുള്ളൂ. ബാലൻസ് 2 പേപ്പർ ഇനിയും അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടറ്റവും നമുക്ക് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാവേ. ടേപ്പ് എടുക്കാനുള്ള മടിയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല. ടേപ്പ് അടിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ടേപ്പിൻ്റെ തിക്നെസ്സും ഇതിൻ്റെ തിക്നെസ്സും എന്തോ പോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എന്തോ അറിയില്ല, എന്തോ പോലെ. ഇനി ഏതെങ്കിലും കാർഡ്ബോർഡ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിക്കാം. പക്ഷേ സൈസ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഏതേ ഒരു കാർഡ്ബോർഡ് വെച്ച് ഞാൻ വിചാരിച്ചു ചെയ്ത് നോക്കാമെന്ന്. എന്നിട്ട് അതിൻ്റെ ഒരു ഇതിൽ മാർക്കിലൊന്ന് അളവ് എടുത്ത് വെക്കാം. അത്രയൊക്കെ. പിന്നെ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാവേ. ഡിസൈൻ ഒന്നും നോക്കണ്ട. പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും സ്റ്റാപ്ലർ വെച്ച് വേണമെന്ന് ഇതുപോലെയൊക്കെ വന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഐഡിയയിലൊക്കെ ചുറ്റിയെടുക്കാം. ഇഷ്ടമുള്ള ഐഡിയയിലൊന്നല്ല, ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് തന്നെ വെച്ച് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, നമ്മളെ വാഷ് ടേപ്പ് റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ്, ഒരു ലൈക്കും കൊടുത്തേക്കുക.